Hi guys, welcome to my channel. So today I'm going to be making tiramisu. Hi guys. Hi guys. Welcome to vlog 1. വെൽക്കം ടു മൈ ബ്യൂട്ടിഫുൾ കിച്ചൺ. ഇതേ കിടക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഒരു വലിയ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തന്നെ. തിറാമിസ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് 4 മുട്ട. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടർക്കി കോഴിയല്ലേ, ടർക്കി കോഴിയുടെ വലിയ മുട്ടയാണ്. ടർക്കി കോഴിയുടെ കഥയൊന്നും പറയട്ടെ, അതിൻ്റെ കഥ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. സോ എനിക്കിപ്പോൾ ഇവിടെ ടർക്കി കോഴിയുടെ മുട്ട ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ബാക്കി. അപ്പോൾ അത് 3 കൈയ്യെടുത്തു. ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുക്കാം കേട്ടോ. ഇതാ ഞാൻ ഈ ചുമന്നുകൊണ്ട് വരുന്നതാണ് ബേക്കിങ്ങിന് വേണ്ട കുറച്ച് ഐറ്റംസ്. പക്ഷേ ഇതിലെല്ലാം നമുക്ക് തിറാമിസ് ഉണ്ടാക്കാൻ വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ കൊക്കോ പൗഡറും നമ്മുടെ ബിസ്ക്കറ്റ്സും വാനില എസൻസും മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി, ബാക്കിയൊക്കെ മാറ്റി വെച്ചു. അടുത്താണ് വേറെ ഉണ്ടാക്കാമല്ലോ. പിന്നെ വേണ്ടത് ഡബിൾ ബോയിൽ ചെയ്യാനൊരു പാത്രമാണ്. സോ അടിയിലിരുന്ന പാത്രം ഞാൻ കുറേ ഫിറ്റ് ചെയ്ത് നോക്കി, ഫൈനലി സക്സസ് ആയി. ഇനിയല്ലേ കോമഡി. ഞാൻ ഈ വലിച്ചു പൊട്ടിക്കാൻ നോക്കണുണ്ടല്ലോ നമ്മുടെ വലിയ ടർക്കി കോഴിയുടെ മുട്ട കേട്ടോ. ഇതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യണം. ഈ തോട് പൊളിഞ്ഞ് വന്നാലല്ലേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞാൻ കെണ്ണി പരിശ്രമിച്ചു. ഫൈനലി 3 സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനൊരു ടെക്സ്ചർ ഉണ്ട്, ഒരു ക്രീമി ടെക്സ്ചർ. അത് കിട്ടുന്നവരെ ബീറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പാടാണെങ്കിലും കുഴപ്പമില്ല, ബീറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗറൊന്നും എനിക്കുണ്ടായില്ല, ഞാൻ അതുകൊണ്ട് കുറച്ച് സാധാ പഞ്ചസാര പൊടിച്ചെടുത്തു. 1/2 കപ്പാണ് പറയുന്നത്. എനിക്ക് പിന്നെ മെഷറിങ് കപ്പൊന്നും ഇല്ലാത്തതിന് ഞാൻ അരഞ്ച് പുറിഞ്ചം വാരിയിട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡബിൾ ബോയിലിംഗ്. സോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഷുഗറും എഗ് യോക്കും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ക്രീമി ടെക്സ്ചർ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇതൊരുമാതിരി കാടിവെള്ളം പോലെ ആയിപ്പോയി. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, കിടക്കണം ടർക്കി കോഴി. ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇപ്പോൾ കണ്ടില്ലേ. അങ്ങനെ ആ വിഷമത്തിലെല്ലാം ക്ലീൻ ചെയ്ത് പാക്കപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയോ, ഈ ടർക്കി കോഴി എനിക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതൊന്നല്ല, അതൊരു വലിയ കഥയാണ്. പക്ഷെ ആലോചിച്ചപ്പോൾ എന്തോ വിട്ടു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നേരെ കടയിൽ പോയി 4 കോഴിമുട്ട വാങ്ങി ഓടിപ്പോന്നു. കോഴിമുട്ടയുടെ തോടിന് പിന്നെ ടക്കെന്ന് റെഡി കൊടുത്താൽ പെട്ടെന്ന് പൊട്ടിക്കോളും, കൊടുത്തില്ലെങ്കിലും പൊട്ടിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റിങ്ങിലാണ് കേട്ടോ മെയിൻ കാര്യം. കാരണം ബീറ്റിംഗ് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടൂല. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ഞാനതിൽ PhD എടുത്തിട്ടിരിക്കുകയാണ്. ബട്ട് നോ, ഐ എം ബേക്കിംഗ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കം, ലെറ്റ്സ് ട്രൈ ടുഗെദർ. പിന്നെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? യു നോ ഐ ലുക്ക് അറ്റ് ദിസ് പെർഫെക്റ്റ് ക്രീമി ടെക്സ്ചർ. ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ്. ഇതിനൊപ്പം കുറച്ച് വാനില എസൻസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ബാറ്റർ കുറച്ച് തിക്കായിട്ട് വരുമ്പോൾ പുറത്തിറക്കി വെക്കാം. ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ. ഓരോ സ്റ്റെപ്പിന് ശേഷവും ക്ലീനിങ് എനിക്ക് മസ്റ്റാണ് കേട്ടോ, നെവർ മൈൻഡ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇസ് വിപ്പിംഗ് ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നൊരു ചെറിയ അസുഖം കൂടി എനിക്കുണ്ട് കേട്ടോ, നെവർ മൈൻഡ്. ഈ ബീറ്റർ കണ്ടിട്ട് നിങ്ങൾ പലർക്കും ചിരി വരുന്നുണ്ടാവില്ലേ? പ്ലീസ്, ഞാനൊരു ബേക്കർ അല്ലാത്തതുകൊണ്ട് എൻ്റെ നല്ലൊരു ബീറ്ററില്ല ഗൈസ്. ഇതെൻ്റെ ഉമ്മ ഏതോ ഉത്സവപ്പറമ്പേന്ന് വാങ്ങിക്കൊണ്ടുവന്ന ബീറ്ററാണ്. ഇതും വെച്ചിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം ഇതിൽ എർത്ത് റിവോൾവ് ചെയ്യുന്ന പോലെ റൊട്ടേഷനും റെവല്യൂഷനും സൈമൾട്ടേനിയസ്ലി ചെയ്യണം. ഓൺലി ദെൻ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. ഇടയ്ക്ക് ഇതുപോലെ ബോട്ടിലും ചീറ്റിലൊക്കെ സംഭവിച്ചിട്ടോ.
ഈ ചാടി ചാടി വരുന്നവനാണ് നമ്മുടെ മെയിൻ താരം, ക്രീം ചീസ്. കാരണം ഈ പുള്ളിയില്ലെങ്കിൽ തിരാമിസ് ഉണ്ടാക്കാൻ പറ്റില്ല. മെഷറിങ് ജാറൊക്കെ വെച്ചിട്ട് ഹാഫ് കപ്പൊക്കെയാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് മെഷറിങ് ജാറൊന്നുമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അരഞ്ചും പുറിഞ്ചും വാരിയിട്ടു. ബീറ്ററില്ലാത്തതുകൊണ്ട് ഈ റൗണ്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ്ഡ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ 2 ബാറ്ററും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ മുഞ്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് വരും. ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയി. കാരണം വ്ലോഗൊന്നും എടുത്ത് ശീലമില്ല. ഞാൻ കിച്ചണിൽ കയറിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മ ഇതുപോലെ ഇൻസ്പെക്ഷൻ വരും കേട്ടോ. കാരണം ഹാളുടെ ഏരിയ ആണ് ഈ കിച്ചൺ. ഞാനിത് സാധാരണ തലതിരിച്ച് വെക്കാനാണ് പതിവ്. മെല്ലെ വന്നു നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് ആളെ മെല്ലെ അങ്ങോട്ട് പോയി. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റും ക്രീമിയും കൺസിസ്റ്റൻസിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഐ എം നോട്ട് ഫ്ലെക്സിങ്, ഓക്കെ, ബട്ട് ലൈക്ക് ഫോർ റിയൽ നല്ല അടിപൊളി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഉരുണ്ട് വരുന്നതിനാണ് നമ്മുടെ നെക്സ്റ്റ് മെയിൻ താരം, മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ്. പക്ഷേ ഇറ്റലിക്കാർ തിരാമിസ് ഉണ്ടാക്കുമ്പോൾ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുത്തേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയാൽ 4 ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. വേണ്ട, നമുക്ക് ലോക്കൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കോഫി മിക്സ്ചറും കൂടി റെഡി ആക്കണം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കോഫി പൗഡറും കുറച്ച് വെള്ളവും. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഷോ, സെറ്റിംഗ് ഇറ്റ് അപ്പ്. നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് ഇതുപോലെ ഒന്നായിട്ട് കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതുപോലെ മെല്ലെ ഒഴിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കിട്ടി. തിങ്കിങ് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ആദ്യമായിട്ട് ഉണ്ടാക്കണേൻ്റെ കാര്യമാക്കണ്ട. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് സെറ്റിങ്ങിന് തിരാമിസ് ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വീണ്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കണേൻ്റെ കാര്യമാക്കണ്ട. പിന്നെ ഈ പ്രോ ബേക്കേഴ്സ് ചെയ്യുന്ന പോലെ ടാപ്പിംഗ് അത് മസ്റ്റാണ്. ഇതൊന്നുമില്ല, കുറച്ച് കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഖത്തം. പിന്നെ ഇതിങ്ങനെ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഒരു സുഖം തോന്നാത്തതുകൊണ്ട് തൊട്ടപ്പുറത്തേക്കുന്ന ചെടിയിൽ നിന്ന് 2 ഇല മുറിച്ച് വെച്ചു. ഇപ്പോൾ കൊള്ളാം, ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ഉണ്ട് അല്ലേ. അവൾ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻസ്പെക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ തിരാമിസ് റെഡി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിനെ പുറത്തെടുത്ത് കഴിക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം കാത്തിരുന്ന് ലാസ്റ്റ് എൻ്റെ കണ്ണ് കഴിച്ചു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങാം. Good morning. So ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. I don't know how it will turn out. I don't know how it will taste. But പോയിട്ടും തുറന്നു നോക്കാം. തുറന്നു നോക്കാൻ പോണ വഴി വെറുതെ ജനലിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതാ അവിടെ പൂത്ത് നിൽക്കണു റംബുട്ടാൻ. ഫോർ എ സെക്കൻഡ് പുഡിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഒന്നും നോക്കില്ല, നേരെ വെച്ച് പിടിച്ചു. എൻ്റെ വീട്ടിലെ റംബൂട്ടിനെ കൊണ്ട് പറയണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പ്ലീസ് ആരും ചോദിക്കരുത്, ഈ വർഷം വളരെ കുറച്ചേ പിടിച്ചുള്ളൂ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് 4 റംബൂട്ടാനിൽ ഞാൻ മതിയാക്കി. ബട്ട് യൂഷ്വലി ഞാൻ റംബൂട്ടാൻ കഴിക്കാൻ പോയാൽ ഇത് മുഴുവൻ തീർത്തിട്ടേ അകത്ത് കയറാറുള്ളൂ.
ഇത് കാണുമ്പോൾ എനിക്ക് ഏത് പാട്ട് ഓർമ്മ വരുന്നറിയോ? മറ്റേ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. മിക്കവാറും ഞാനിപ്പോൾ താഴെ വീഴും. കാരണം എന്താ വെച്ചാൽ ഇറ്റ് കെയിം ഔട്ട് സോ ഗുഡ്. ഞാൻ ഈ കഴിക്കണണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. Perfect. So everybody try it out. Thank you for watching. Bye bye.